ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്ന് ആസിഫലിയുടെ പടമായ ആഭ്യന്തര കുറ്റവാളി പടം കണ്ടു. പടം ഒരു ഗംഭീര ഒരു ഫാമിലി ഡ്രാമ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഏത് പട കെട്ടിയോളാനിന്റെ മാലാക പുള്ളിയുടെ ആസിഫലിയുടെ ഇതില്ലേ, അത് ആ പടത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ഒരു കഥയായിട്ട് വരും. അതിലെന്ന് പറഞ്ഞ വൈഫും മറ്റേ കെട്ടിയോളാനിന്റെ മാലാകയില് ആസിഫലിയും പുള്ളിയുടെ വൈഫായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണേ. ഇത് അതേപോലെ തന്നെ കുടുംബപരമാണ്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാണിക്കുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. അപ്പൊ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ പടം എഴുതി സംവിധാനം ചെയ്തിരുന്നത് സേതുനാഥ് പത്മകുമാർ എന്ന് പറഞ്ഞ ഒരാള്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുള്ളിയെ കുറിച്ച് അറിയില്ല. എന്തായാലും പടത്തില് ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലിനെ കൂടാണ്ട് ആസിഫ് അലിയുടെ ഗ്യാങ് എന്നല്ല, കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ അസീസ് നെടുമങ്ങാട്, പിന്നെ അതേപോലെ തന്നെ ആനന്ദ് മന്മഥൻ, അങ്ങനെ ഒരു പുള്ളിയില്ലേ മറ്റേ പൊന്മാൻ സിനിമയില് ആ ലിജോ മോളുടെ ചേട്ടനായിട്ട് അഭിനയിക്കണ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിക്കാൻ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാട്ടോ, അങ്ങനെ വേണം പറയാം. കാരണം ഇതൊരു ഒരു ഇതിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു കോടതിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ആസിഫലിയുടെ പല അഭിനയ മുഹൂർത്തങ്ങളും ഇതിൽ കാണാം. അതായത് മറ്റേ കോടതിയില് വക്കീലിനെ പോലെ വാദിക്കുന്ന കാര്യങ്ങളും അതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്തിരുന്ന് കാണാം. പിന്നെ പടത്തില് ഇപ്പൊ ജഗദീഷ് നല്ല റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു വക്കീലായിട്ടാണ്, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് പുള്ളിക്കാരനെ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ വേഷം ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്കാരന്റെ ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ട് ആസിഫ് അലിയുടെ അടുത്ത്, അതൊക്കെ തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്. പിന്നെ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹരിശ്രീ അശോകൻ, പുള്ളിക്കാരൻ ഇതിൽ കുറച്ച് പ്രായമായ ഒരാളുടെ റോളാണ് ചെയ്തേക്കണേ. അത് നമുക്ക് ഒരു ഇതിൽ തോന്നുമ്പോ നല്ല രസമായിട്ട് പുള്ളി ചെയ്തു. പിന്നെ അതേപോലെ തന്നെ സിദ്ധാർത്ഥ് വർദ്ധൻ, പുള്ളിക്കാരൻ ഇതിൽ അധിക റോളില്ലെങ്കിലും ഒരു കോടതിയിലുള്ള ഒരു സംഭവമാണ് അത്. പുള്ളിക്കാരന്റെ വൈഫൊക്കെ ആയിട്ട്, വൈഫല്ല മകളായിട്ടുള്ള ഒരു ബന്ധം കാണിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇല്ല കൂടുതൽ ഞാൻ പറഞ്ഞ് ഇത് വലിപ്പിക്കല്ല. എന്തായാലും പടം നിങ്ങൾ കാണാനുള്ള ഒരു പടം എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇതില് അയ്യോ അതേത് പടമായിരുന്നു പടം എന്ന് പറഞ്ഞാ പടങ്ങള് പോട്ടെ, പുള്ളിക്കാരനെ അഭിനയിച്ച പടങ്ങളിലെ പുള്ളിക്കാരന് ഒരു ചീറ്റിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഒരു പേര് വന്നിട്ടുണ്ട്. പുള്ളിയുടെ പേര് വിജയകുമാർ ഹെൻറിയോ അങ്ങനെ കണ്ട ഒരു പേരുള്ളു, മറ്റേ ചീറ്റിംഗ് സ്റ്റാർ. അപ്പൊ പുള്ളിക്കാരന് ഇതിന് ഒരു വക്കീൽ വേഷമാണ് പുള്ളിക്കാരൻ നല്ല രസമായിട്ട് ചെയ്തിരുന്നത് കേട്ടോ. എന്തായാലും ചുരുക്കി പറഞ്ഞ പടം നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് അത് മനസ്സ് പറഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ആഭ്യന്തര കുറ്റവാളി. പിന്നെ പടത്തിന്റെ ത്രെഡ് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഈ സ്ത്രീകൾക്ക് നല്ല നിയമത്തിന്റെ പിന്തുണ ഉണ്ടല്ലോ, അപ്പൊ അത് മുതലെടുക്കാൻ നോക്കണ കുറച്ച് പേര്, കുറച്ചു പേരല്ലേ അത് നിങ്ങൾ പടം കാണും അപ്പൊ മനസ്സിലാവും. അപ്പൊ പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇതില് തുളസി ഹരിദാസ് എന്ന് പറഞ്ഞൊരു ആക്ടറാണ്, ആക്ട്രസ് ആണ്, ഒരു നടി. ആ നടീനെ ഞാൻ അത് കണ്ടുപരിചയമില്ല, പുതുമുഖാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയായിട്ട് പുള്ളിക്കാരന്റെ ആസിഫ് അലിയുടെ വൈഫായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ശ്രേയ രുക്മിണി, അങ്ങനെ ആ വക്കീലിന്റെ ജൂനിയറൊക്കെ ആയിട്ടാണ്. ബാക്കി ഞാൻ കൂടുതലൊന്നും പറയല്ല. നിങ്ങൾ എന്തായാലും പടം തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നമുക്കൊരു നല്ലൊരു സിനിമ ആണെങ്കിൽ ഇതിന് കയറാം ആഭ്യന്തര കുറ്റവാളിക്ക്. ശരി.